കല്യാണത്തിന് മുമ്പ് ആളുകൾക്ക് എന്തായാലും ഒന്നോ അതിൽ കൂടുതലോ അഫയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ അവരുടെ പാസ്റ്റിൽ നടന്ന കാര്യമായിരിക്കാം. ആ അഫയർ ഉള്ളപ്പോൾ സ്വകാര്യ നിമിഷത്തിൽ അവർക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ പാസ്റ്റിൽ അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം അവർ ഇപ്പോൾ നിങ്ങളോട് ലോയലാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ പാസ്റ്റിലെ കാര്യം അവർക്ക് മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ അവരുടെ മുന്നിൽ സ്വതന്ത്രരായിട്ട് ഇരിക്കാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവം അവർ അങ്ങനെയാണ്, അവർ അങ്ങനെ തന്നെ ഇരിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അവർ ജഡ്ജ് ചെയ്യാത്ത ആൾക്കാരുടെ മുന്നിൽ മാത്രമേ അവർ ആക്ച്വൽ സ്വഭാവം എടുക്കാറുള്ളൂ. അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യാത്ത പാർട്ട്ണറാണ്, ജഡ്ജ് ചെയ്യാത്ത ഹസ്ബൻഡാണ്, ജഡ്ജ് ചെയ്യാത്ത വൈഫാണെങ്കിൽ അവരായിട്ട് ഇരിക്കുകയും ചെയ്യും, നിങ്ങളുടെ മുന്നിൽ ലോയലും ആയിരിക്കും. നിങ്ങൾ പാർട്ട്ണറുടെ മുന്നിൽ നിങ്ങളായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ മോശം വശം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ പാർട്ട്ണർ അറിയുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് അവരുടെ പാസ്റ്റിലെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചവിട്ടി താഴ്ത്തിയാൽ അവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അവർ മാസ്ക് വെക്കാൻ തുടങ്ങും, അവർ അഭിനയിക്കാൻ തുടങ്ങും, അവർ നുണ പറയാൻ തുടങ്ങും. അവരായിട്ട് ഇരിക്കാൻ അവരെ കൊണ്ട് നിങ്ങൾ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ എന്തായാലും വിശ്വസ്തരായിരിക്കും. ഇങ്ങനെ റിയൽ ക്യാരക്ടറായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഓരോരോ സെക്ഷൽ ഫാന്റസീസ് ഉണ്ടാവും. അത് സ്വന്തം പാർട്ട്ണറുടെ അടുത്ത് പറയാൻ കഴിയാത്തത് ഏറ്റവും വലിയൊരു ഗിൽട്ടി ഫീൽ ആവും. അവർ ഭയങ്കര ഇൻസെക്യൂർഡ് ആയി. ആ സെക്ഷൽ ഫാന്റസീസ് നിങ്ങൾക്ക് എന്തായാലും ഫുൾഫിൽ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫ് വളരെ